ഈ പരിപാടിയിൽ നിൽക്കുന്നത്. എനിക്കറിയാം MLA-ക്ക് മിനിസ്റ്റർക്കൊക്കെ വേറെ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിദിനം തിരുവനന്തപുരത്ത് ഞാൻ പുത്തരിക്കണ്ടത്തിൻ്റെ പ്രാധാന്യവും നിറപുത്തരിയുടെ പ്രാധാന്യവും ഒക്കെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിരവധി നാളത്തെ തിരുവനന്തപുരം ജനതയുടെ ആഗ്രഹമായിരുന്നു ഇടയ്ക്ക് നിലച്ചുപോയ പുത്തരിക്കണ്ടത്ത് നെൽ വിളയിച്ച് അത് പത്മനാഭസ്വാമിക്ക് നിറപുത്തരി ദിനത്തിൽ എത്തിക്കണമെന്നുള്ള ആവശ്യം തിരുവനന്തപുരം ജനതയുടെ മുഴുവനും ആവശ്യമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ജനങ്ങളോട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നാടിൻ്റെ സംസ്കാരവും ഒത്തൊരുമയും കാർഷികോത്സവവും ഒക്കെ തന്നെ നിലനിർത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ആധുനിക സാങ്കേതികവിദ്യയിൽ ലോകം കുതിക്കുമ്പോൾ ഭാരതം അതിനനുസരിച്ച് അതിന് മുന്നേ കുതിക്കുമ്പോഴേക്കും ഒരു നാടിൻ്റെ സംസ്കാരം പൂർണ്ണമായി നിലനിന്നാൽ മാത്രമേ ആ നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെയൊക്കെ കോർഡിനേഷൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ച അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ ഒരു സംസ്കാരം എവിടെ തകരുന്നോ അവിടെ ഒരു നാടിൻ്റെ തകർച്ച ആരംഭിക്കും. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ നാടിന് ചെറുതും വലുതുമായുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തിരുവനന്തപുരമായി നിലനിൽക്കുന്ന പത്മനാഭസ്വാമിയുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നു. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന 3 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെങ്കിൽ 1 മണിക്കോ 2 മണിക്കോ ഒക്കെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുകൊണ്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ കൃത്യമായ ഇടവേളകളിൽ വൈകുന്നേരം രാത്രി ഒരു 8 മണിക്കോ 8:30 അവസാനിക്കുമ്പോഴേക്കും ഇതിനിടയിൽ നമ്മളൊക്കെ തന്നെ ഇനിയും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത നിരവധി ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ ചൈതന്യം ഇതുപോലെ നിലനിൽക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വികസനം കൂടിയപ്പോഴേക്കും നെൽകൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭരണസമിതി അധികാരത്തിന് വേണ്ടി ആദ്യ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പ്, ഇവിടുത്തെ കാർഷിക വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വളരെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്തിരുന്നു. ശ്രീ കരമരാജത്തിൻ്റെ നേതൃത്വത്തിലും സത്യവതിയുടെയൊക്കെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. കോർപ്പറേഷനിലെ ജീവനക്കാർ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഇത് നെൽകൃഷി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നന്നായിട്ട് ചർച്ച ചെയ്തിരുന്നു. എലിശല്യം വ്യാപകമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് രാത്രിയും പകലും എലിയൊക്കെ ഇത്രയും സ്ഥലത്തുനിന്ന് ഓടിച്ച് ഇത്രയും നെല്ല് ഇവർക്കൂടെ സംരക്ഷിച്ച് നിർത്താൻ പറ്റിയത്. ആദ്യം തന്നെ ഒരു വളരെ വരണ്ട ഒരു പ്രദേശമായി കിടന്ന ഇതിനെ ഈ ദൗത്യം ഏറ്റെടുത്ത് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് കരമനാജി തന്നെ വിളിച്ച് കാണിച്ചപ്പോഴേക്കും ഇത് കൃത്യമായിട്ട് വിത്ത് വിതയ്ക്കാൻ കഴിയുന്ന പാടമായി മാറ്റിയിരുന്നു. അപ്പോൾ എന്നോട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് എത്ര ടാങ്കർ വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അജിത്ത് പറഞ്ഞത്. അങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ പിന്നാലെ നിന്നിട്ടാണ് ഒരു ദിവസം പറഞ്ഞത് നമുക്ക് വിത്തിറക്കാൻ സമയമായി എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ വന്നിട്ടാണ് ഇവിടെ ഞാറ് നട്ടത്. അതിനുശേഷം ഇടയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടായത്, എലിയുടെ വലിയ ശല്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വെച്ച് തന്നെ കടിച്ച് നശിപ്പിക്കാനുള്ള ഇടയുണ്ടെന്ന് പറഞ്ഞു. കൃഷി വകുപ്പുമായൊക്കെ ചർച്ച ചെയ്ത് അതിനെയൊക്കെ പരിഹരിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെയാണ് ഇത് നിർവഹിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ നെൽക്കതിരുകൾ ഭഗവാന്റെ അടുക്കൽ സമർപ്പിക്കുവാനുള്ള അടുത്ത ചടങ്ങ് കേൾക്കുന്നത്. 3 മണിക്ക് നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ട് ക്ഷേത്ര ഭാരവാഹികൾ അവിടെ ഉണ്ടായിരിക്കും, അവരെ ഏൽപ്പിക്കും. നിറപുത്തരി ദിവസം ആദ്യമായിട്ട് പത്മനാഭസ്വാമിക്ക് അവിടെ നിവേദ്യം ഒരുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നുള്ള നെൽമണികളായിരിക്കും, കതിരുകളായിരിക്കും. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തെ ഈ നാടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുവാൻ വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം നിലനിർത്തുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷന് ഈ കാര്യങ്ങളിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ K. മുരളീധരൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിൽ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.